ഗാസയിലെ സമാധാന പദ്ധതിക്ക് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിക്കുന്ന പുതിയ പദ്ധതിയാണ് അടുത്തത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ 28-ന് കർമ്മ പദ്ധതിയാണ് ട്രംപ് തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ പദ്ധതിയിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിൽ വ്യക്തതയില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ട്രംപ് മുന്നിട്ടിറങ്ങുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ലോകം ഉറ്റുനോക്കുകയാണ് 3 വർഷം പിന്നിട്ട യുദ്ധത്തിൻ്റെ വിരാമത്തിനായി. അതേസമയം ഗാസയിൽ സമാധാനം ഉറപ്പിക്കാൻ ട്രംപിന്റെ പദ്ധതിക്ക് ആയോ എന്ന ചോദ്യം ഇപ്പോഴും അങ്ങനെ തന്നെ അവശേഷിക്കുന്നുമുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിക്ക് അന്ത്യശാസനം നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള സമാധാന ഉടമ്പടിയുടെ രൂപരേഖ അംഗീകരിക്കാൻ യുക്രൈന് ഒരാഴ്ചത്തെ സമയപരിധിയാണ് ട്രംപ് അനുവദിച്ചിരിക്കുന്നത്. നവംബർ 27-നകം പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്നതുൾപ്പെടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ദീർഘകാലമായുള്ള പല ആവശ്യങ്ങളും അമേരിക്കൻ പദ്ധതിയിൽ അടങ്ങിയിട്ടുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. വർഷങ്ങളായി പാശ്ചാത്യ പിന്തുണയിൽ മാത്രം നിലനിൽക്കുന്ന യുക്രൈന് ഇത് വൻ തിരിച്ചടിയാണ് നൽകുന്നത്. പാശ്ചാത്യ സുരക്ഷാ ഉറപ്പുകൾക്ക് പകരമായി ഡോൺബാസിന്റെ ഇപ്പോഴും കൈവശം വച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായക ഭൂപ്രദേശങ്ങളിൽ നിന്നും യുക്രൈൻ പിന്മാറേണ്ടിവരും. അമേരിക്ക തങ്ങളുടെ മുൻ നിലപാടുകളിൽ നിന്നും പിന്നോട്ടു പോകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണിത്. ട്രംപിനെ പ്രകോപിപ്പിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അമേരിക്കയുമായും യൂറോപ്പുമായും ചർച്ചകൾ തുടരുകയാണെന്ന് സെലൻസ്കി വ്യക്തമാക്കി. അതേസമയം രാജ്യത്തിന്റെ ഭൂപ്രദേശം വിട്ടുകൊടുക്കാനുള്ള വ്യവസ്ഥകൾ അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ യുക്രൈൻ ഇപ്പോഴും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള അമേരിക്ക നിർദ്ദേശിച്ച പദ്ധതിയെ യൂറോപ്യൻ യൂണിയൻ എതിർത്തിട്ടുണ്ട്. യൂറോപ്പിന്റെ ഈ എതിർപ്പ് പ്രധാന പാശ്ചാത്യ സഖ്യകക്ഷികൾക്കിടയിൽ പോലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുവെന്ന് തെളിയിക്കുന്നു. ഈ സാഹചര്യത്തിൽ യുദ്ധക്കളത്തിലെ തിരിച്ചടികളും പാശ്ചാത്യ സഹായത്തെക്കുറിച്ചുള്ള ആശങ്കകളും നിലനിൽക്കെ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഡോൺബാസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉപേക്ഷിക്കാൻ സെലൻസ്കി ഭരണകൂടം നിർബന്ധിതരാകുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ പോരാടുന്നതിനു പകരം പാശ്ചാത്യ രാഷ്ട്രത്തിന്റെ ഇരയായി യുക്രൈൻ മാറുന്നതിന്റെ സൂചനകളാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ നൽകുന്നത്. റഷ്യയുടെ സുരക്ഷാ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്ന സമാധാന ഉടമ്പടി അംഗീകരിക്കാൻ യുക്രൈൻ തയ്യാറാകേണ്ടി വരുമ്പോൾ അതെല്ലാം റഷ്യൻ നിലപാടുകൾക്ക് ലഭിക്കുന്ന അംഗീകാരമായും കണക്കാക്കാം. അമേരിക്ക തങ്ങളുടെ ശ്രദ്ധ മറ്റ് ആഭ്യന്തര വിഷയങ്ങളിലേക്ക് മാറ്റുമ്പോൾ യുക്രൈൻ ഒരു രാഷ്ട്രീയ ബലിമൃഗമായി മാറാനുള്ള സാധ്യതകളാണ് ഈ പുതിയ സമാധാന പദ്ധതിയിലൂടെ തെളിയുന്നത്. സമാധാനവാഹകനായി സ്വയം പ്രഖ്യാപിച്ച ട്രംപിന്റെ ഈ പദ്ധതി ഫലം കാണുമോ? അനന്തമായി നീളുന്ന യുദ്ധത്തിന് അറുതി വന്നേ മതിയാകൂ. ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഈ പുതിയ പദ്ധതി മനസ്സില്ലാ മനസ്സോടെയെങ്കിലും സെലൻസ്കി സമ്മതം മൂളുമെന്ന് ഉറപ്പാണ്. പക്ഷേ പുടിൻ അങ്ങനെ പെട്ടെന്ന് അടുക്കുമോ? എന്തിനാണോ യുദ്ധം തുടങ്ങിയത് ആ ലക്ഷ്യം സ്വന്തമാക്കാതെ പുടിൻ ഒരടി പിന്നോട്ട് പോകാൻ സാധ്യതയുമില്ല. എന്തായാലും നല്ലത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.